കൂട്ടുകാരെ, നമുക്കിന്ന് നല്ല അടിപൊളി മത്തി കിട്ടിയിട്ടുണ്ട്, കുഞ്ചമത്തി. ആ മത്തി കൊണ്ട് നമുക്കിനി നല്ല നാടൻ മത്തിപ്പൊരി എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം. അതിനു വേണ്ടി ഞാനിവിടെ 1/2 കിലോ മത്തീനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നന്നായിട്ട് വരഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കണം. അതിനു വേണ്ടി ഇത് നമുക്കൊന്ന് മസാല പുരട്ടി വെക്കാം. നമുക്കിനി മീന് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ആ മീനിലേക്ക് ഒരു 2 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂണ് പെരുംജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം, വലിയ ജീരകം. ഇനി നമുക്ക് 1 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൽ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് മീനിൽ പിടിക്കുന്നവരെ മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ എല്ലാ മീനിലും മസാല പെട്ടിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇതിനി ഒരു 1/2 മണിക്കൂർ ഇവിടെ ഇരുന്ന് മീനിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് വരട്ടെ. ഇതിവിടെ ഇരിക്കുന്ന സമയം കൊണ്ട് നമുക്ക് നല്ല അടിപൊളി ഒരു മസാല കൂട്ടും കൂടി റെഡിയാക്കി എടുക്കാം. ഇനി നമുക്കൊരു ജാറിലേക്ക് ഒരു 50 ഗ്രാം ഉണ്ടാവും ചെറിയ ഉള്ളി, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളി എപ്പോഴും ആദ്യം തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ മക്കളെ. ഇനി ഞാനിവിടെ ഒരു 1/2 കപ്പ് തേങ്ങ ചിരണ്ടിയതെടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂണ് വറ്റൽ മുളക് ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നാൽ വറ്റൽ മുളക് ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. വറ്റൽ മുളക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു 4-5 എണ്ണം ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ മസാലയ്ക്ക് മാത്രം പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇത് നമുക്കിനി നന്നായിട്ട് തരിതരിയനെ അരച്ച് കൊണ്ടുവരാം. ഇതേപോലെ ഒന്ന് തരിതരിയനെ അരക്കണം കേട്ടോ, കണ്ടില്ലേ? ഇങ്ങനെ. ഇനി നമുക്ക് ഇതിനിവിടെ ഇരിക്കട്ടെ. ഇനി നമ്മുടെ മത്തി ഒന്ന് പൊരിച്ചെടുക്കാം. ചട്ടിയിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ മക്കളെ, കണ്ടില്ലേ? ഇനി നമുക്കിത് കത്തിച്ചിട്ട് നല്ല ചൂടായി വരട്ടെ. ഇപ്പം നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇനി നമ്മൾ മസാല പുരട്ടി വെച്ച മീനും ഒന്നൊന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പം മത്തിയൊക്കെ നല്ല കിട്ടുന്ന ടൈമാണ്. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ മക്കളെ. ഈ മീൻ ഇങ്ങനെ മസാല ഉണ്ടാക്കുമ്പോൾ ചെറിയ കുഞ്ഞു മീൻ കൊണ്ട് ഉണ്ടാക്കണം, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഈ വത്തൾ പോലത്തെ ചെറിയ മീനുകളില്ലേ, ഇത് കൊണ്ട് വേണം ഉണ്ടാക്കാൻ, അപ്പോഴാണ് ടേസ്റ്റ് കൂടുക. അങ്ങനെ നമ്മുടെ മീൻ ഒരു വശത്ത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നൊന്നായിട്ടിങ്ങനെ തിരിച്ചും ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ എല്ലാതും മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക. ഞാനൊരു 1.5 ടേബിൾ സ്പൂണോളം ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ പരത്തി ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ആ സൈഡും കൂടി ഇതേപോലെ വെന്ത് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മീൻ 2 വശത്ത് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? 2 വശത്ത് ഒന്നുപോലെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നമ്മൾ അരച്ച് വെച്ച മസാല ഇട്ട് കൊടുക്കാം. നമ്മൾ അരച്ച് വെച്ച മസാല ഇങ്ങനെ പരത്തി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൽ ഒരു 2 ടേബിൾ സ്പൂൺ അളവോളം പുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് മീൻ പൊടിയാതെ വിധം ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ടൊരു 3 മിനിറ്റ് വേവിച്ചെടുക്കാം.
അങ്ങനെ മക്കളെ നമ്മുടെ മീൻ പൊരി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എടുക്കാം. കണ്ടില്ലേ, മസാലയും മീനും ഒക്കെ പാടങ്ങനെ മിസ്സായി നോക്കുമ്പോഴേ കാണാൻ തന്നെ എന്താ ഭംഗി. അപ്പം കഴിക്കാൻ എത്ര ഭംഗി ഉണ്ടാവും. കണ്ടില്ലേ? എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ മക്കളെ.